കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 9 മുതൽ ഉള്ള വാക്യങ്ങൾ. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന്, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യ ഉഷസ്സുമായി 3-ാം ദിവസം. 3-ാമത്തെ ദിവസത്തെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ വെള്ളത്തെ ഒരു സൈഡിൽ കൂട്ടുന്നു. ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് ദൈവം പേരിട്ടു. വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് ദൈവം പേരിട്ടു. അപ്പോൾ ദൈവം കൽപ്പിച്ചപ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് പുല്ല്, വിത്തുള്ള സസ്യങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. എന്നാൽ ഭൂമിയിൽ കാണുന്ന പുല്ലും പുൽച്ചെടികളും വൃക്ഷങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമെല്ലാം ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമുള്ള കാര്യങ്ങൾ. ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. പ്രത്യേകിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ, പുല്ല്, പച്ചപ്പ്, ഇതൊക്കെ നന്മയെ കാണിക്കുന്നതാണ്. വരണ്ടുണങ്ങിയ ഒരനുഭവമല്ല. പച്ചപ്പുൽമേടുകളാണ് ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു എന്നാണ് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നത്. ആത്മീയമായ നീരൊഴുക്കുകളും ആത്മീയമായ പച്ചപ്പുകളും ഒരു ദൈവങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഫലവൃക്ഷങ്ങൾ ദൈവം സൃഷ്ടിച്ചു, അതത് ഫലങ്ങൾ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം, ജീവൻ്റെ വൃക്ഷം ഫലം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയും. ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ, ഇതെല്ലാം ദൈവം അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഉളവായി വന്നു. ഇന്ന് കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ആത്മീയ ചിന്ത എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവവേദിൽ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ച ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന ഒരനുഭവത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഫലമില്ലാത്ത ഒരു ജീവിതമല്ല. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടണം. 1-ാം സങ്കീർത്തനത്തിൽ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വേണ്ട വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, കാറ്റുണ്ട്, വേണ്ട സൂര്യപ്രകാശമുണ്ട്. എന്തിനു വേണ്ടി? വളരുവാൻ, ഫലം കായ്ക്കുവാൻ. അതിലേക്ക് പക്ഷികൾ കൂടുകൂട്ടുവാൻ ചേക്കേറുന്നു. തണലിൽ അല്പം ഒന്ന് വിശ്രമിക്കുവാൻ മറ്റ് മൃഗങ്ങൾ അടുത്തു വരിക. അപ്പോൾ അത് ഫലം കായ്ച്ച് അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരനുഭവം. അപ്പോൾ ഒരു ദൈവങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന
ഒരനുഭവം ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ നട്ടിരിക്കുന്നുവെങ്കിൽ, നിർത്തിയിരിക്കുന്നുവെങ്കിൽ, തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 22 മുതൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നമ്മൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ടത് ആത്മീയ ഫലങ്ങളാണ്. ഈ ഫലങ്ങളാൽ നിറയപ്പെട്ടവരും ഈ ഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നവരും ആയിരിക്കണം. നട്ടവനായിരിക്കുന്ന ഉടയവൻ വന്ന് നോക്കുമ്പോൾ ഈ ഫലമില്ലെങ്കിൽ വെട്ടേറ്റ് വീഴുവാൻ സാധ്യത കൂടുതലാണ്. അവിടെ ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ഫലം കായ്ക്കുന്ന ഒരു ജീവിതമായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.